മലപ്പുറം ജില്ലാ കേരളോത്സവത്തിന് പെരിന്തൽമണ്ണയിൽ ആവേശകരമായ തുടക്കം. ഡിസംബർ 19 മുതൽ 24 വരെ കായിക മത്സരങ്ങളും 26 മുതൽ 30 വരെ കലാമത്സരങ്ങളും നടക്കും. തിരൂർക്കാട് നസ്ര കോളേജിൽ നടന്ന ചടങ്ങിൽ മഞ്ഞളാംകുഴി അലി MLA കേരളോത്സവം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്തും സംസ്ഥാന യുവജനക്ഷേമ വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ജില്ലാ കേരളോത്സവത്തിന് പെരിന്തൽമണ്ണയിൽ തുടക്കമായി. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിലെയും നഗരസഭയിലെയും വിവിധ വേദികളിലാണ് ജില്ലാ കേരളോത്സവം നടക്കുന്നത്. തിരൂർക്കാട് നസ്ര കോളേജിൽ നടന്ന ചടങ്ങിൽ മഞ്ഞളാംകുഴി അലി MLA ജില്ലാ കേരളോത്സവം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK മുസ്തഫ അധ്യക്ഷത വഹിച്ചു. ആദ്യ ദിവസം വടംവലി മത്സരവും പഞ്ചഗുസ്തി മത്സരവുമാണ് നടന്നത്. പഞ്ചഗുസ്തി മത്സരം ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് VP അനിലും വടംവലി മത്സരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖയും ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം ജില്ലാ കേരളോത്സവത്തിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ് നമ്മുടെ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിസരത്തുള്ള മുനിസിപ്പാലിറ്റിയിലും നമ്മൾ ഗ്രാമപഞ്ചായത്തിലൊക്കെ ആയിട്ടാണ് നമ്മൾ കായിക മത്സരങ്ങളും ആർട്സ് ഉൾപ്പെടെയുള്ള എല്ലാ മത്സരങ്ങളും നടത്തുന്നത്. ഇന്ന് വടംവലിയും പഞ്ചഗുസ്തിയുമാണ് ഇന്നിവിടെ നടക്കുന്നത്. കുറഞ്ഞ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ ഗംഭീരമായിട്ട് സംഘടിപ്പിക്കാൻ ജില്ലാ പഞ്ചായത്തിൻ്റെ കൂടെ നിന്നത് നമ്മുടെ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭരണസമിതിയാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് 30-ാം തീയതി അവസാനിക്കുന്നത് വരെ പെരിന്തൽമണ്ണയിൽ സത്യത്തിൽ യുവജനങ്ങളുടെ ഒരു മേള തന്നെയാണ് നടക്കുന്നത്. വളരെ നല്ല രീതിയിലാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം, മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് T അബ്ദുൽ കരീം, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ സെറീന ഹസീബ്, അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് E സൈദ, പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വനജ കുന്നംകുളത്ത്, സ്ഥിരം സമിതി ചെയർമാൻ അസീസ് പട്ടിക്കാട്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ P ഷഹർബാൻ, TP ഹാരിസ്, NM രാജൻ, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി S ബിജു, യുവജനക്ഷേമ ബോർഡ് ജില്ലാ കോർഡിനേറ്റർ ശ്യാം പ്രസാദ്, യുവജനക്ഷേമ ജില്ലാ ഓഫീസർ ആശ S ബാബു, ജില്ലാ പഞ്ചായത്ത് സീനിയർ സൂപ്രണ്ട് രാജേഷ്, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഡിസംബർ 26 വരെയുള്ള ദിവസങ്ങളിൽ വിവിധ വേദികളിൽ കായിക മത്സരങ്ങൾ പൂർത്തിയാകും. 26 മുതൽ 30 വരെ കലാമത്സരങ്ങൾ നടക്കും. മത്സരങ്ങൾ പൂർത്തിയാക്കുന്നതിന് എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ പറഞ്ഞു. ഇത് പെരിന്തൽമണ്ണയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ യുവാക്കൾക്കും അതുപോലെ തന്നെ സ്പോർട്സിനെയും കലയെയും സ്നേഹിക്കുന്ന എല്ലാ വിഭാഗം ആളുകളെയും സംബന്ധിച്ചിടത്തോളം ഇതൊരു അംഗീകാരമാണ്. അത് കുറ്റമറ്റ രീതിയിൽ നടത്തുന്നതിന് വേണ്ടിയുള്ള ആസൂത്രിതമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിനകം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. മത്സരങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ വേദികൾ തീരുമാനിച്ചു കഴിഞ്ഞു. ഇപ്രാവശ്യം ഒരു പ്രത്യേകതയുള്ളത്, നമ്മുടെ എല്ലാ മത്സരങ്ങളും ജഡ്ജ് ചെയ്യുന്നത് കായിക മത്സരങ്ങളുടെ കാര്യത്തിൽ സ്പോർട്സ് കൗൺസിലിൻ്റെ അസോസിയേഷൻ്റെ നേതൃത്വത്തിലും അതുപോലെ ആർട്സ് വിഷയങ്ങളിൽ ജഡ്ജ്മെൻറ്റ് നടത്തുന്നത് ഡയമണ്ട് ജൂബിലി ഫെലോഷിപ്പിലെ കലാകാരന്മാരും കലാകാരികളുമാണ്. ഈ രണ്ട് ഏജൻസികളും സർക്കാരുമായി കൂടെ നിൽക്കുന്ന സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ളത് കൊണ്ട് തന്നെ ജഡ്ജിങ്ങുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലുള്ള അലോസരങ്ങളും അതുപോലെ തന്നെ അമിതമായിട്ടുള്ള അപ്പീലിൻ്റെ ആ ഒരു പ്രളയവും ഒക്കെ ഇപ്രാവശ്യം തടുത്തു നിർത്താനും കുറ്റമറ്റ രീതിയിൽ മത്സരഫലങ്ങൾ ഡിക്ലെയർ ചെയ്യാനാകുമെന്നാണ് ഞങ്ങൾ പ്രത്യാശിക്കുന്നത്. 26 വൈകിട്ട് ഘോഷയാത്ര സംഘടിപ്പിക്കും. തുടർന്നാണ് കലാമത്സരങ്ങൾ ആരംഭിക്കുക. എല്ലാ ദിവസങ്ങളിലും വൈകിട്ട് പെരിന്തൽമണ്ണ മുനിസിപ്പൽ ടൗൺ സ്ക്വയറിൽ മ്യൂസിക് സന്ധ്യയും അരങ്ങേറും. ചമഞ്ഞൊരുങ്ങാം ചമയത്തിനൊപ്പം. ചമയം ടെക്സ്റ്റൈൽസ്, പെരിന്തൽമണ്ണ, മഞ്ചേരി.